പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് 2025 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാൻ പോവുകയാണ്. 2026 27 ഒക്കെ നടക്കുന്ന പരീക്ഷകളിൽ ഏറ്റവും പ്രധാനമായിരിക്കും 2025 കറണ്ട് അഫയേഴ്സ്. അതായത് നമ്മുടെ പരീക്ഷയിലെ ഗതിവിഗതികൾ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായി ഇന്ന് കറണ്ട് അഫയേഴ്സ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫാക്റ്റും കളയാനില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ 2025 കേരളത്തിൽ നിന്നുള്ള ഫാക്റ്റുകളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് കേൾക്കാൻ പോകുന്നത്. ഇത് നമ്മൾ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന 2025 ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോ ക്ലാസ് ആണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ക്ലാസ് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എടുത്ത് ക്ലാസ് കണ്ടു തുടങ്ങണം. നമ്മൾ ഇന്ന് ആദ്യമായി ക്ലാസ്സിനകത്ത് പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് സമന്വയ എന്ന് പറയുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ്. കേരളത്തിലെ സമന്വയ എന്ന് പറയുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ്. എന്താണ് സമന്വയ പദ്ധതി എന്ന് ചോദിച്ചാൽ, കടുത്ത ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക, കടുത്ത ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുക, നമ്മുടെ നഗരത്തെ വയോജന സൗഹൃദമാക്കി മാറ്റുക, സമ്പൂർണമായ ശുചിത്വം ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സമന്വയ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മൂന്നും എന്താ പറയുക, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? കടുത്ത ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യത്തെ നമുക്ക് തുടച്ചു നീക്കുക. രണ്ടാമത്തേത് നഗരത്തെ വയോജന സൗഹൃദമാക്കി മാറ്റുക. മൂന്നാമത്തേത് സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പുവരുത്തുക എന്ന മൂന്ന് കാര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് സമന്വയ പദ്ധതി. പറന്നു പോകരുത്, വ്യക്തമായി പഠിച്ചെടുക്കണം. അപ്പോൾ 3 കാര്യങ്ങൾ: കടുത്ത ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുക, നമ്മുടെ നഗരത്തെ വയോജന സൗഹൃദമാക്കി മാറ്റുക, സമ്പൂർണമായ ശുചിത്വം ഉറപ്പുവരുത്തുക. ഇത് ലക്ഷ്യമിട്ടുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് സമന്വയ എന്നാണ്. ഇനി പ്രവാസി ഭാരതീയർക്കായി, പ്രവാസികളായി അന്യ രാജ്യങ്ങളിൽ താമസിച്ച് അവിടെ തന്നെ ജോലി ചെയ്യുന്ന അങ്ങനെയുള്ളവർക്കായി രാഷ്ട്രപതി നൽകി വരുന്ന പരമോന്നത പുരസ്കാരമായ പ്രവാസി ഭാരതീയ സമ്മാൻ 2025 നേടിയ മലയാളിയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അദ്ദേഹത്തിന്റെ പേര് രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ എന്നാണ്. രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ പ്രവാസി ഭാരതീയ സമ്മാൻ 2025 നേടിയ മലയാളിയാണ്. ഇനി 63ാമത്തെ 2025 ഫാക്റ്റ് ആണ് എന്ന് ഓർത്തു വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ. 63ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ നഗരം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് തിരുവനന്തപുരം ജില്ലയാണ്. 3 പോയിന്റുകളാണ്. കോഴിക്കോട് ആരംഭിച്ച പദ്ധതിയുടെ പേര് സമന്വയ. അതേപോലെ പ്രവാസി ഭാരതീയർക്ക് വേണ്ടി രാഷ്ട്രപതി നൽകി വരുന്ന പരമോന്നത പുരസ്കാരമായ പ്രവാസി ഭാരതീയ സമ്മാൻ 2025 നേടിയെടുത്ത മലയാളിയുടെ പേര് രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ എന്നാണ്. 63ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായ നഗരം തിരുവനന്തപുരം ജില്ലയാണ്. നമുക്ക് അടുത്ത ഫാക്റ്റിലേക്ക് വരാം. സെന്റർ ഫോർ പെനിൻസുലാർ അക്വാട്ടിക് ജനറ്റിക് റിസോഴ്സിലെ ഗവേഷകർ ഏത് നദിയിൽ നിന്നാണ് ഏറ്റവും പുതിയ ഇനം മഞ്ഞക്കൂരി മത്സ്യത്തെ കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, ചാലക്കുടി പുഴയിൽ നിന്നാണ് ഏറ്റവും പുതിയ ഇനം മഞ്ഞക്കൂരി എന്ന് പറയുന്ന മത്സ്യ ഇനത്തെ കണ്ടെത്തിയത്. ഏറ്റവും പുതിയ ഇനം മഞ്ഞക്കൂരി മത്സ്യത്തെ കണ്ടെത്തിയ പുഴ ഏതാണ്? ചാലക്കുടി പുഴ. ആരാ ഇത് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ സെന്റർ ഫോർ പെനിൻസുലാർ അക്വാട്ടിക് ജനറ്റിക് റിസോഴ്സിലെ ഗവേഷകരാണ് ഈ ചാലക്കുടി പുഴയിൽ നിന്നും ഏറ്റവും പുതിയ ഇനം മഞ്ഞക്കൂരി മത്സ്യത്തെ കണ്ടെത്തിയത്. ഈ മഞ്ഞക്കൂരി മത്സ്യത്തിന്റെ സയന്റിഫിക് നെയിം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, ഹെറബാഗ്രസ്. എന്താണ്? ഹെറബാഗ്രസ് ഒബ്സ്ക്യൂറസ് എന്നാണ്. ഹെറബാഗ്രസ് ഒബ്സ്ക്യൂറസ് എന്നാണ് ഈ മഞ്ഞക്കൂരി മത്സ്യം ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെത്തുന്നു. സെന്റർ ഫോർ പെനിൻസുലാർ അക്വാട്ടിക് റിസോഴ്സിലെ ജനറ്റിക് റിസോഴ്സിലെ ഗവേഷകരാണ് ഇത് കണ്ടെത്തിയത്. 2025 സുപ്രീം കോടതിയിലെ 2025 ജനുവരിയിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിയായി മാറിയ
മലയാളിയുടെ പേര്, അദ്ദേഹമാണ് നമ്മുടെ ചിത്രത്തിൽ കാണുന്നത്, KV വിനോദ് ചന്ദ്രൻ. പേരെന്താണ്? KV വിനോദ് ചന്ദ്രൻ. 2025 ജനുവരിയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിയായി മാറിയ മലയാളിയുടെ പേരാണ് വിനോദ് ചന്ദ്രൻ. വിനോദ് ചന്ദ്രൻ. എന്നാൽ 63ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് നടന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതിന് വിജയിച്ചത് ആരാണെന്ന് അറിയാമോ? 1ാം സ്ഥാനം നേടിയത് തൃശ്ശൂരാണ്, 2ാം സ്ഥാനം നേടിയത് പാലക്കാട്, 3ാം സ്ഥാനം നേടിയത് കണ്ണൂരുമാണ്. വിജയിച്ചത് ആരാണ്? തൃശ്ശൂർ. 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം കണ്ണൂർ. അപ്പോ സെന്റർ ഫോർ പെനിൻസുലാർ അക്വാട്ടിക് ജനറ്റിക് റിസോഴ്സിലെ ഗവേഷകർ ഏത് നദിയിൽ നിന്നാണ്, ഏത് പുഴയിൽ നിന്നാണ് ഏറ്റവും പുതിയ ഇനം മഞ്ഞക്കൂരി മത്സ്യത്തെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴ. ആ മത്സ്യത്തിന്റെ സയന്റിഫിക് നെയിം ആണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഹെറബാഗ്രസ്. എന്താ പേര്? ഹെറബാഗ്രസ് ഒബ്സ്ക്യൂറസ് എന്നാണ്. 2025 ജനുവരിയിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിയായി മാറിയ മലയാളിയുടെ പേരെന്താണ്? KV വിനോദ് ചന്ദ്രൻ എന്നാണ്. 63ാമത്തെ സ്കൂൾ കലോത്സവം നടന്നത് തിരുവനന്തപുരം ജില്ലയില്. എന്നാൽ അവിടെ വിജയിച്ചത് ആരാന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്, 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം എവിടെയാണ്? 3ാം സ്ഥാനം കണ്ണൂരാണ്. ക്ലിയർ ആണ്. ഇനി നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഒരുപാട് മലയാള സിനിമകൾക്ക് എന്താ പറയുക സംഗീതം നൽകിയിട്ടുണ്ട്, എഴുത്ത് നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ഒരു സമ്മാനം കിട്ടിയിരിക്കുകയാണ്, ഒരു പുരസ്കാരം, ഹരിവരാസന പുരസ്കാരം കിട്ടിയിരിക്കുകയാണ്. 2025 ഹരിവരാസന പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്തിനാണ്? സർവ്വമത സാഹോദര്യത്തിന്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം എല്ലാ മതസ്ഥരും, വർഗീയതയൊന്നും പറയാതെ എല്ലാ മതസ്ഥരെയും സമഭാവനയോടുകൂടി കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സർവ്വമത സാഹോദര്യത്തിനും സമഭാവനയ്ക്കുമുള്ള സർഗാത്മക പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നൽകി വരുന്ന 2025 ഹരിവരാസന പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ഇനി 8ാമത്തെ ഇന്റർനാഷണൽ ഫോക്ലോർ ഫെസ്റ്റിവലിന് വേദിയായ നഗരം ചോദിച്ചാൽ തൃശ്ശൂർ എന്ന് പറയണം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി 100 മേനി നന്ദി എന്ന പേരിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, കുട്ടനാട്. അപ്പോ ഹരിവരാസനം പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് കിട്ടിയപ്പോൾ 8ാമത്തെ ഇന്റർനാഷണൽ ഫോക്ലോർ ഫെസ്റ്റിവലിന് വേദിയായ നഗരം തൃശ്ശൂരാണ്. ഡോക്ടർ MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി 100 മേനി നന്ദി എന്ന പേരിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ച സ്ഥലമാണ് കുട്ടനാട്. മറന്നു പോകരുത്, കുട്ടനാട്. അപ്പോ പ്രിയ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. 2026 നമുക്ക് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന്റെ ഭാഗമായി നമുക്ക് ഈ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഇങ്ങനൊരു അവസരം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മളെല്ലാവരും സിലബസ്, റാങ്ക് ഫയൽ നോക്കിയോ ക്ലാസ്സുകളിൽ പോയോ ഒക്കെ പഠിക്കാറുണ്ട്. പക്ഷേ നമുക്ക് കിട്ടാത്തൊരു സാധനമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കണം. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുന്നതിലൂടെ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ഒരുപാട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് പോയാൽ പോലും കുറേ മാർക്കുകൾ, ഒരു 10 എണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? അതിനകത്ത് തെറ്റിക്കും. നിങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാതെ പോകുന്ന ഒരു മിസ്റ്റേക്ക് സാധാരണ ഉദ്യോഗാർത്ഥികളിൽ കാണാറുണ്ട്. അപ്പം അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഗംഭീരമായി നമ്മളൊരു PYQ സെഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫീസ് ഇപ്പോൾ നിലവിൽ 399 രൂപയാണ് 100 കുട്ടികൾക്ക്. വെറും 100 കുട്ടികൾക്കാണ് ഈ ഫീസ്. ഇത് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫീസ് വെച്ചിട്ടുള്ളത്. ഫീസിന്റെ കാരണം പറഞ്ഞ് ഒരു കുട്ടി പോലും മാറി നിൽക്കരുത് എന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ നമ്പറിലേക്ക് മെസ്സേജ് ഇടാം. വേറൊരു കാര്യം പറയേണ്ടത്, ഇതെങ്ങനെയായിരിക്കും ഈ ക്ലാസ് എന്നറിയാൻ താഴെ ഞാൻ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ രൂപത്തിലായിരിക്കും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇത് 2024, 2025, 2023 പരീക്ഷകളിൽ നടന്ന മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളും ആ ഉത്തരം തിരഞ്ഞെടുക്കാൻ ഉണ്ടായ കാരണങ്ങളും ഒക്കെയാണ് ആ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ കരകൗശല ഉൽപ്പന്നമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത്
കണ്ണാടിപ്പായ. ഭൗമ സൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. കണ്ണാടിപ്പായ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ രണ്ടാമത് ചിത്രത്തിൽ കാണുന്നത് വൈശാഖൻ എന്ന എഴുത്തുകാരനെയാണ്. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എഴുത്തുകാരനാണ് വൈശാഖൻ. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു വൈശാഖനെ. 2025 പത്മഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ നമ്മുടെ MT വാസുദേവൻ നായർക്കാണ്. അപ്പോൾ 2025 പത്മഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച വ്യക്തി ആരാണ്? MT വാസുദേവൻ നായർ. 2025 ജനുവരി 9 അന്തരിച്ച പ്രശസ്ത മലയാളി ഗായകൻ P. ജയചന്ദ്രൻ. ഒരുപാട് മലയാള ഗാനങ്ങൾ മലയാളികൾക്കും അതുപോലെ തന്നെ അന്യഭാഷകളിലുമൊക്കെ സംഭാവന ചെയ്ത വ്യക്തി കൂടിയാണ്. മലയാളത്തിലാണ് പൂർണ്ണമായും അദ്ദേഹം മലയാള ഗാനങ്ങളാണ് ആലപിച്ചിട്ടുള്ളതെന്ന് പറയാം. എന്നിരുന്നാൽ കൂടിയും മറ്റ് ഭാഷാ സിനിമകളിലും അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഭൗമ സൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന എഴുത്തുകാരനാണ് വൈശാഖൻ. 2025 പത്മഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി MT വാസുദേവൻ നായർക്ക് കിട്ടുന്നു. 2025 ജനുവരി 9 അന്തരിച്ച പ്രശസ്ത മലയാളി ഗായകന്റെ പേരാണ് P. ജയചന്ദ്രൻ. ശ്രദ്ധിച്ച് കേൾക്കണം. 2025 ജനുവരിയിൽ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് തിരുവനന്തപുരം. മറന്നുപോകരുത്. 2025 ജാനുവരിയിൽ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ശുചിത്വ ഉച്ചകോടിക്ക് വേദിയായ നഗരം തിരുവനന്തപുരം. അതേപോലെ 2025 എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവാണ് SK വസന്തൻ. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ്. ബേപ്പൂരിന്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത്തെ ബഷീർ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. വൈക്കം മുഹമ്മദ് ബഷീർ. എൻ്റെ ഉപ്പുപ്പാക്ക് ഒരാളുണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പൂവമ്പഴം അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് രചനകൾ മലയാളിക്ക് സമ്മാനമായി നൽകിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണയ്ക്ക് വേണ്ടി നൽകുന്ന സ്മാരക ട്രസ്റ്റിന്റെ 17ാമത്തെ ബഷീർ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. എന്നാൽ വളരെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരുപാട് വിവാദങ്ങൾക്ക് എന്താ പറയുക പാത്രമായ ഒരാളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം രാമകൃഷ്ണൻ, ഡോക്ടർ RLV രാമകൃഷ്ണൻ. അദ്ദേഹത്തെ ഇപ്പോൾ കേരള കലാമണ്ഡലത്തിലെ ഭരതനാട്യം അധ്യാപകനായി അദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ്. അതായത് കേരള കലാമണ്ഡലത്തിൽ ഭരതനാട്യം അധ്യാപക തസ്തികയിൽ നിയമനം നേടുന്ന ആദ്യത്തെ പുരുഷനാണ് ഡോക്ടർ RLV രാമകൃഷ്ണൻ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റുകളാണ് നമ്മൾ ഈ സ്ലൈഡിൽ കണ്ടത്. 2025 ജനുവരിയിൽ കുടുംബശ്രീ ഇന്റർനാഷണൽ ശുചിത്വ ഉച്ചകോടിക്ക് വേദിയായ നഗരം എന്ന് പറയുന്ന തിരുവനന്തപുരം. 2025 ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് SK വസന്തൻ. വൈക്കം മുഹമ്മദ് ബഷീർ ട്രസ്റ്റ് നൽകുന്ന 17ാമത്തെ ബഷീർ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിൽ ഭരതനാട്യം അധ്യാപക തസ്തികയിൽ നിയമനം നേടുന്ന ആദ്യത്തെ പുരുഷൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ. കുടുംബശ്രീയുടെ 6ാമത് സംസ്ഥാന കലോത്സവമായ തില്ലാന 2025 വേദിയായ സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. അത് കൊല്ലം ജില്ലയാണ്. ഈ ഒരു തില്ലാന 2025 കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവമാണ്. ഇതിന് ഓവറോൾ കിരീടം നേടിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ വയനാട്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആരാണ് വിജയിച്ചത്? തൃശ്ശൂരാണ്. 2ാം സ്ഥാനം പാലക്കാട് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. 3ാം സ്ഥാനം കണ്ണൂരാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ കുടുംബശ്രീയുടെ 6ാമത്തെ സംസ്ഥാനതല കലോത്സവമായ തില്ലാന 2025 വേദിയായത് കൊല്ലം. എന്നാൽ ഇവിടെ ഓവറോൾ കിരീടം നേടിയത് വയനാട്. മഹാകവി G. ശങ്കരക്കുറുപ്പിന്റെ സ്മരണയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഓടക്കുഴൽ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? ഇദ്ദേഹത്തിനാണ്. K. അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം കിട്ടിയത്. കുടുംബശ്രീയുടെ 6ാമത്തെ സംസ്ഥാനതല കലോത്സവമായ തില്ലാന 2025 വേദി കൊല്ലം.
കുടുംബശ്രീയുടെ 6ാമത്തെ സംസ്ഥാന കലോത്സവം തില്ലാന 2025 ഓവറോൾ കിരീടം നേടിയത് വയനാട്. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഓടക്കുഴൽ പുരസ്കാരം 2024 കെ അരവിന്ദാക്ഷനാണ് ലഭിച്ചത്. ആലപ്പുഴ ജില്ലയിലെ നെൽവിത്ത് മങ്കൊമ്പ് നെൽവിത്ത് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള 2 നെല്ലിനങ്ങൾ ഏതെല്ലാം? ഉത്തരം പുണ്യയും ആദിയും. ഈ മങ്കൊമ്പ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ് നെൽ വിത്ത് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള 2 നെല്ലിനങ്ങളാണ് പുണ്യയും ആദിയും. ഇനി കേന്ദ്ര വനം എക്സ്പെൻസീവ് മന്ത്രാലയത്തിൻ്റെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ മലയാളിയുടെ പേരാണ് സഞ്ജയൻ കുമാർ. എന്താണ്? സഞ്ജയൻ കുമാർ. ഇനി കരയിലോ വായുവിലോ നടത്തുന്ന സാഹസിക കായിക പ്രവർത്തനങ്ങളിൽ അസാധാരണ നേട്ടം കൈവരിക്കുന്നവർക്ക് നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരമാണ് ടെൻസിംഗ് നോർഗെ പുരസ്കാരം. ഈ ടെൻസിംഗ് നോർഗെ പുരസ്കാരം 2025 കിട്ടുന്നത് ഒരു മലയാളിക്കാണ്. അദ്ദേഹമാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ജിതിൻ വിജയൻ എന്നാണ്. കരയിലോ വായുവിലോ നടത്തുന്ന സാഹസിക കായിക പ്രവർത്തനങ്ങളിൽ അസാധാരണ നേട്ടം കൈവരിക്കുന്നവർക്ക് നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരമാണ് ടെൻസിംഗ് നോർഗെ പുരസ്കാരം. ഈ ടെൻസിംഗ് നോർഗെ പുരസ്കാരം ഇത്തവണ കിട്ടിയത് ഒരു മലയാളിക്കാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജിതിൻ വിജയൻ എന്നാണ്. അപ്പോൾ ആലപ്പുഴയിലെ മങ്കൊമ്പ് നെൽവിത്ത് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള 2 നെല്ലിനങ്ങൾ പുണ്യയും ആദിയുമാണ്. കേന്ദ്ര വനം മന്ത്രാലയത്തിൻ്റെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് സഞ്ജയൻ കുമാർ. കരയിലോ വായുവിലോ നടത്തുന്ന സാഹസിക കായിക പ്രവർത്തനങ്ങളിൽ അസാധാരണമായ നേട്ടം കൈവരിക്കുന്നവർക്ക് നൽകുന്ന ടെൻസിംഗ് നോർഗെ പുരസ്കാരം ഇത്തവണ നേടിയ മലയാളിയുടെ പേര് ജിതിൻ വിജയൻ എന്നാണ്. മറന്നു പോകരുത്. നമ്മുടെ കേരളം എന്ന് പറയുന്ന വളരെ വിദ്യാഭ്യാസമുള്ള വളരെ സാക്ഷരതയുള്ള സംസ്ഥാനത്ത് ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷന് വേണ്ടി നൽകുന്ന 2023 മുഖ്യമന്ത്രി നൽകുന്ന പുരസ്കാരം ലഭിച്ച പോലീസ് സ്റ്റേഷൻ കണ്ണൂർ ജില്ലയിലുള്ള തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷന് 2023 മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ച പോലീസ് സ്റ്റേഷൻ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. ക്യാമ്പസിൽ വ്യവസായശാല എന്ന് പറയുന്നൊരു പദ്ധതിയാണ്. ഇതിൻ്റെ ആദ്യത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലാണ്. ക്യാമ്പസിൽ വ്യവസായശാല എന്ന് പറയുന്ന പദ്ധതിയുടെ സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റ് തുടങ്ങുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കി. അതായത് സ്കൂളിൽ പഠനത്തോടൊപ്പം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിക്കുന്നതിനോടൊപ്പം റോബോട്ടിക് പഠനം കൂടി നിർബന്ധമാക്കിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ 2025 ജനുവരിയിൽ വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് KM ചെറിയാൻ എന്നാണ്. ഡോക്ടർ KM ചെറിയാൻ ഇന്ത്യയിലെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ്. 2025 അദ്ദേഹം മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ KM ചെറിയാൻ എന്നാണ്. പ്രിയമുള്ള ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഇത്രയാണ്. 3 പാർട്ടായിട്ടുണ്ട്. 3ഉം കാണുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇതുപോലൊരു ക്ലാസ് യൂട്യൂബിനകത്ത് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് അന്വേഷിക്കുക. അത്രയും വിശദമായിട്ട് നല്ല പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സുകൾ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ സ്ലൈഡുകൾ കൊണ്ടുവരുന്നുണ്ട്. ടെലഗ്രാമിൽ ഇതിൻ്റെ എല്ലാം PDF നോട്ടും ഇടുന്നുണ്ട്. നമ്മുടെ ഏതെങ്കിലും ഹാജാസ് ക്ലാസ്സസിന് ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോഴത്തേക്കും കൃത്യമായൊരു ദിശാബോധം നിങ്ങൾക്ക് പഠനത്തിലുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.